വേണ്ട, നല്ല ഡാർക്ക് പച്ചയാണ്. അപ്പം അത് ഇതേ കുറേ ഉണ്ടിട്ടാ, ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പം ഇപ്പം ആരെങ്കിലും വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. വെള്ളം കാണുന്ന പോലെയാ ഫ്രഷായിട്ടാ. അപ്പം അത് കാരണം ഒന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോവാം, ആയോട്ടാ. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കുറെ നാളുകളായിട്ട് നമ്മുടെ അവിടുത്തെ പറമ്പിലത്തെ വിശേഷങ്ങൾ മാത്രമേ കാണിക്കാറ്. വീട്ടിലത്തെ പറമ്പോ കാര്യങ്ങളൊന്നും നമ്മളിപ്പോ വീട്ടിൽ കാണിക്കാറില്ലല്ലോ. അപ്പോ അതായത് നമുക്കറിയായിരുന്നു നമ്മുടെ ഈ പറമ്പിലെ വെള്ളത്തിൽ നിന്നിട്ടേ നമുക്ക് ഈ പറമ്പിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല. കാരണം കൈക്കോട്ട് കളച്ചാൽ തന്നെ വെള്ളം കാണുന്ന പോലെയാ ഫ്രഷായിട്ടാ. അപ്പൊ അത് കാരണം ഒന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കൈക്കോട്ടോട് കളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലെങ്കിൽ കട്ട കുത്തിയോണം കൈക്കോട്ടുമ്പോ ഇങ്ങനെ മണ്ണ് പിടിക്കും. ആ രീതിയിലല്ലാത്ത രീതിയിൽ ഇപ്പൊ കളയ്ക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഈ പറമ്പാകെ എന്താ പറയാ, കുറെ പുല്ലും നല്ലതായിട്ട് വളർന്നു നിൽക്കണത്. ഇങ്ങനെ വെള്ളം നിൽക്കുന്ന കാരണം പുല്ലുകളുടെ വളർച്ച കുറച്ച് കുറയും ഇല്ലേ? നമ്മളിങ്ങനെ എന്താ പറയാ ഫ്രഷായിട്ട് അതിങ്ങനെ മണ്ണിട്ടിട്ടാക്കണേ എനിക്ക് പൊരി കൂട്ടിയിട്ട് നമ്മൾ നട്ടുണ്ടാവല്ലോ. അപ്പൊ അവിടെ ഒന്നും അങ്ങനെ വെള്ളം നിന്നിട്ടില്ലല്ലോ. അവിടെ മാത്രം കുറച്ച് പുല്ലുകളുണ്ട് അങ്ങനെ നിൽക്കണതിന്റെ ഇടയിൽ. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളും നോക്കുമ്പോ മൊത്തം കാട് പിടിച്ച് കിടക്കണ പോലെ തോന്നാട്ടാ. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ പറമ്പൊന്ന് വീണ്ടും പഴയ രീതിയിലാക്കി എടുക്കണം. ഷായറ്റിനാണെങ്കിൽ കളക്കിട്ട ഒരു ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഷായറ്റിന്റെ കളക്കി എളുപ്പത്തിന്, അതായത് ഇതിന്റെ ഇടയില് നമ്മുടെ മുന്നേ നട്ടിട്ടുള്ള കുറെ സംഭവങ്ങൾ വെണ്ട അല്ലെങ്കിൽ ചോളം ഇങ്ങനെയുള്ളതൊക്കെയും എന്താ പറയാ ഉണ്ടായി കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടില്ലേ കേട്ടോ. നമ്മുടെ അണ്ണാമാരൊക്കെയാണ് നിന്നിട്ടുള്ളത് കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിൽക്കുമ്പോ വലിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഷായറ്റിനെ കളക്കിയ സുഖമായിരിക്കും. അപ്പൊ അങ്ങനെ ഷായറ്റിന്റെ കൂടെ ആ ഒരു ഹെൽപ്പായിട്ട് ഞാനും അതാണെങ്കിൽ ഫുള്ള് കട പറിക്കണം. അപ്പൊ അത് കൈകൊണ്ട് ഇതൊക്കെ ചെയ്തോളൂ. അതായത് അല്ലെങ്കിൽ ഷായറ്റിനെ അത് വലിക്കുക അതിന്റെ ഒപ്പം കളിക്കുക അങ്ങനെ ആകുമ്പോൾ എന്നിട്ടാണ് കൈക്കോട്ട് പിടിക്കാൻ സുഖം ഉണ്ടാവില്ല. മണ്ണൊക്കെ ആയിട്ട് പിന്നെ അത് കൈ കഴുകേണ്ടി വരും. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് വേണം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഷായറ്റിന് ചെയ്യുന്ന കാണുമ്പോഴേക്കൊരു എന്റെ ഇഷ്ടം അതാണ്. അപ്പൊ ഞാന് അങ്ങനെ ഷായറ്റിന്റെ കൂടെ എന്റെ അടുക്കളയിലത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാനും വേഗം ഇറങ്ങിയിരിക്കാം. പക്ഷെ ഷായറ്റിന് കുറെ ഭാഗം കളച്ചൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ കാട്ടിത്തരാം. പിന്നെ മൊത്തത്തിൽ നമ്മുടെ പറമ്പിൽ ഇപ്പൊ എന്താണ് നിക്കണേന്നുള്ളതും അതായത് മഴയിൽ നിന്ന് നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാട്ടിത്തരാം കേട്ടാ. പിന്നെ അങ്ങനത്തെ വിശേഷങ്ങൾ ഇപ്പൊ കണ്ട ഈ ഒരു വെണ്ടയ്ക്കും കണ്ട ഈ വെണ്ടയ്ക്ക് കളയാൻ പോവാ. എനിക്ക് ഭംഗിയിൽ ആദ്യം പുതിയ വെക്കാന്ന് വെച്ചിട്ടേ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ വലിച്ചു കളയാൻ കൊണ്ട ഈ പത്ത അങ്ങനെ ബോറ് പിടിച്ചു പോയത്. പിന്നെ കുറെ ചേമ്പുകളുണ്ട്, എന്താ പറയാ പട്ട ചേമ്പുകൾ. അതിങ്ങനെ മഴക്കാലത്ത് അറിയില്ല ഇങ്ങനെ മുളച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ അങ്ങനെ വലിച്ചു കളയാ. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പണികള്. അപ്പൊ ഞാൻ ഷായിട്ട് ആദ്യം നമ്മുടെ പറമ്പ് എങ്ങനെ നിക്കണേന്ന് കാണിക്കട്ടെ കേട്ടാ. ായിട്ടും കണ്ട ഇത്രയും ഭാഗം എന്താ കളച്ച് വൃത്തിയാക്കി തുടങ്ങിട്ടാ. എന്ന് രാവിലെ കിട്ടണ കുറച്ച് എന്താ പറയാ ജോലിക്ക് പോണേക്കാളും മുന്നേ കിട്ടണ കുറച്ച് ടൈമാണ് കേട്ടോ ഷായിട്ട് ഇങ്ങനെ നിന്ന് കളക്കുക. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസമായിട്ട് അങ്ങനെ കളച്ച് വേഗം വേഗം വൃത്തിയാക്കി എടുക്കും. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ കിഴക്കമുളകൊക്കെ നിന്നിരുന്ന ഭാഗമാണ് കേട്ടോ. എന്തോരം മുളക് നമ്മൾ ഇതിൽ നിന്ന് പൊട്ടിച്ചിരുന്ന് നമുക്ക് തന്നെ കണക്കില്ല, അത്രയധികം മുളക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാട് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നല്ല മുളകും കടയൊക്കെ നിർത്തും. അതേപോലെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കണ്ടതൊക്കെ ആവശ്യമില്ലാത്ത പൊട്ട ചേമ്പുകളാണ്. മഴക്കാലം വരുമ്പോൾ എങ്ങനെയും ഇങ്ങനെ പറമ്പിൽ തന്നെ ഇങ്ങനെ മുളയ്ക്കും. എല്ലാ കൊല്ലവും ഉണ്ടാവട്ടെ ഇങ്ങനെ പറിച്ച് കളയാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കളയും. നല്ല ചേമ്പ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ചേമ്പിൻ്റെ ഇലയുടെ നടുവിലായിട്ടൊരു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ഒരു കുത്തുണ്ട്. അതാണ് നല്ല ചേമ്പ്. കണ്ട ഇപ്പോഴായാലും നമ്മുടെ മുളകുമ്പിക്ക് നന്നായിട്ട് മുളക് ഉണ്ടിട്ടൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ പൊട്ടിച്ചെടുക്കണം. അതേപോലെ തന്നെ ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ എടുക്കണം കേട്ടെന്ന്. പിന്നെ ഞാൻ കാട്ടി തരുന്നത് നമ്മുടെ ഈ എന്താ പറയുക പപ്പാട്ടാ. ഈ പപ്പ ഞാൻ വിചാരിച്ചത് മഴക്കാലത്ത് വെള്ളം നിന്നപ്പോൾ പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ കായകൾക്കൊന്നും അധികം വലിപ്പമൊന്നും വരില്ല. എങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെയും കറി വയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി അതേപോലെ നമുക്കുള്ളത് വാഴകളാണ്. വാഴയല്ലത് ഉറപ്പിടിച്ചിട്ട് കാണാനായിട്ട് അത്ര ഇങ്ങോട്ട് ഭംഗിയൊന്നുമില്ല. നിൽക്കുക കണ്ടാൽ തന്നെ നമുക്കറിയാം നേന്ത്രവാഴയാണ്. എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അത്യാവശ്യം നല്ല കൊലകളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു വാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലുപ്പമുള്ള ഒരു കൊലയുണ്ട് ഈ ഒരു വാഴയമ്മ. അതേപോലെ തന്നെ
നമുക്കറിയാം നമ്മുടെ വാഴകളൊക്കെ ഭയങ്കര ഹൈറ്റ് പോകാറുണ്ട്. അപ്പോൾ അതേപോലെ നല്ല ഹൈറ്റ് പോയിട്ടുള്ളൊരു വാഴയാട്ടാ, അതുമ്പോൾ നല്ലൊരു കുല തന്നെയാട്ടാ നിൽക്കുന്നത്. ആ കുലയ്ക്കൊന്നും അങ്ങനെ കേടൊന്നും വന്നിട്ടില്ല. അതൊക്കെ നമുക്ക് മൂത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ വാഴ, അങ്ങനെ 1-2 കുറച്ച് വാഴകളൊക്കെയാണ് നമുക്ക് നിൽക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടെന്നറിയോ, നമ്മുടെ വാളരിപ്പയർ എന്ന് പറയും, നല്ല നീളമുള്ള ചതുരം പയർ, ആ ഒരു ഗണത്തിൽ പെട്ടിട്ടുള്ള കേട്ടോ. അതും അതേ പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കായൊക്കെ ഉണ്ടായി വേഗം തുടങ്ങും. അപ്പോൾ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. കുറേ ഉറു പിടിച്ച് പോയെങ്കിലും ഞാനിങ്ങനെ നല്ല വിചാരിച്ച് എല്ലാതും നാശമായി പോകുന്നതാണ് വിചാരിച്ചത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ തെങ്ങുമ്മിക്കിട്ടാ ഒരു സൈസ് പയർ തന്നെയാണ് അതും. ഇതേപോലെ വലിയ ടൈപ്പുള്ളൊരു പയർ, അതിങ്ങനെ പടർന്ന് കയറി പോയിട്ടുണ്ട്. അപ്പോൾ പടർന്ന് കിട്ടിയ സ്ഥിതിക്ക് നമുക്കത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പിടിച്ച് കയറും. പിന്നെ വലിയ എന്താ പറയുക ഉറു പിടിച്ച് പോയി അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക എപ്പോഴും കാട്ടി തരാറുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക തിരുവനന്തപുരക്കാർ മുളക് എന്ന് പറയുന്നത്. ആ മുളകിനയിലത് നോക്കിയാൽ അങ്ങനെ ഒരു ആകെ മൊത്തത്തിലാകെ ഉറു പിടിച്ച് അങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് അവർ ഉണ്ടായി കിട്ടുമെന്നൊന്നും അറിയില്ല. എങ്കിലും ആ മുളകിനൊക്കെ ആയാലും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെള്ളം കയറിയിട്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂനമുളക് പോലത്തെ മുളകുണ്ട് നമുക്ക്. ആ മുളക് അതെ വെള്ള പച്ചമുളക് അതിമേ അത്യാവശ്യം നന്നായിട്ട് മുളകുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ പറയണ പോലെ ചേനയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ നല്ല ഉഷാറിൽ നിൽക്കേണ്ടത്. ഇതാണ് നമ്മുടെ വെള്ള ചൂനമുളക്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എപ്പോഴും, ഞാൻ യൂട്യൂബ് തുടങ്ങി അന്ന് തൊട്ട് നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കാണുന്ന ഒരാളാണ് ഈ വെള്ള ചൂനമുളക്. അതിനും വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ഇടയിലൊരു വാട്ടം പോലെ വന്നെങ്കിലും കൂടിയിട്ട് അവർ മാക്സിമം നല്ല ഉഷാറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടാ. പിന്നെ നമുക്ക് ഇനി നിൽക്കണമെന്ന് പറയുന്നത് നമ്മുടെ വളപ്പിൽ നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു സംഭവമായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇതേ നമ്മുടെ ചക്ക ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. കാരണം ഞാൻ എന്താ പറയുക പറയാറുള്ളതാണ്, വിയറ്റ്നാമേരിൽ നമുക്ക് ചക്ക ഉണ്ടാവാറുണ്ട്. കൊല്ലത്തിൽ 3 പ്രാവശ്യം ചക്ക ഉണ്ടാവുമെന്ന് പറയണേ. പക്ഷെ അത് അതേപോലെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം 3 പ്രാവശ്യം ചക്ക ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ പ്ലാവാണെങ്കിൽ വെച്ചിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒരു 8-9 ചക്കകളുണ്ട് കേട്ടോ. അതാ മുകളിലുണ്ട്. പിന്നെ ഇതൊക്കെ പുതിയ കായകളാവണതും ഒക്കെ ആയിട്ട് ഇതാ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതാ ഇടിയൻ ചക്കയൊക്കെ വെക്കേണ്ട പാകമായിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ പ്രതീക്ഷകളൊന്നും കഴിയണില്ല. ഞാൻ ഓരോന്നും കാട്ടിയിരുമ്പോഴും പറഞ്ഞുവല്ലോ. കാരണം നമ്മുടെ ഈ പറമ്പിൽ വെള്ളം നിൽക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്നിരുന്ന പ്ലാവായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ പ്ലാവിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് ഒന്നും വന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മത്തങ്ങയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് പണികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് മത്തങ്ങയൊക്കെ കാട്ടിത്തരാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ വളപ്പിൽ ചീരയൊക്കെ തന്നെ മുളയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് നമുക്കിത് ചീരക്കടകളൊക്കെ ഇതാ മുളച്ച് നല്ല ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 1-2 ചീരക്കടകളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങി. വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ കൈക്കോട്ടിൻ്റെ കള ചെല്ലുമ്പോൾ ഇനി പറയും കൂടി വേണ്ട കേട്ടോ. അത്രയും ചീര തൈകൾ മുളച്ചു തുടങ്ങും. ഇപ്പോൾ ഇതായാലും കണ്ട നല്ല ചീര ഇലകളാണ് തണ്ടൊക്കെ ആയിട്ട്. പിന്നെ നമ്മളിതിന് മുന്നേ വേറൊരു ചുവപ്പ് ചീരയ്ക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ചുവപ്പ് ചീരകൾക്കൊക്കെയും എന്താ പറയുക ചെറുതായിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഇനി അത് കാണിച്ചു തരാം ഞാൻ. ഈ ചുവപ്പ് ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്ത് പോലും നല്ല ഇലകളായിട്ട് കിട്ടിയിട്ട് ഞാനിതുമെന്ന് അരിഞ്ഞെടുക്കണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ നല്ല വിത്തുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വലിച്ച് അവിടെ ഇടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നല്ല നല്ല പുതിയ തൈകളൊക്കെ നമുക്ക് മുളച്ച് കിട്ടാനായിട്ട് കിട്ടും ചെയ്യും. നമ്മുടെ ആവശ്യത്തിനൊക്കെ നടാനായിട്ടുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ പലപ്പോഴും. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയാണ് ചീരകളൊക്കെ പ്രത്യേകിച്ചും നമ്മൾ നടാനായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വഴുതനങ്ങ തൈകൾ തന്നെ മുളച്ച് കിട്ടും. അതൊക്കെ നമ്മുടെ ഇതേപോലെ കണ്ട. ഇപ്പോൾ ഞാൻ ഈ ചീരക്കട കണ്ട് വലിച്ചിങ്ങനെ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ വിത്ത് അവിടെ വീണിട്ടാണ് ഇനി നല്ല തൈകൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങനെ മുളയ്ക്കുന്ന തൈകൾ, അതായത് സ്വയം മണ്ണിൽ നിന്ന് പ്രതിരോധശേഷി നേടി വരുന്ന തൈകളാകുമ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മളത് പറിച്ച് നട്ടാലും നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനും അതേപോലെ നല്ല വളർച്ച വരാനും ഒക്കെ നമുക്ക് ഗുണം ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് കാരണമാണെന്ന് തോന്നുന്നു. സ്വയം മണ്ണിൽ നിന്ന് തന്നെ അവർ മുളച്ച് വരല്ലേ. അല്ലാതെ നമ്മൾ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു തൈ വയ്ക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചീരകൾക്കൊന്നും ഇത്രയും അങ്ങോട്ട് വളർച്ച കിട്ടുമെന്ന് തോന്നണില്ല. ഇതിപ്പോൾ നമ്മുടെ മണ്ണിൽ തന്നെ കിടന്ന് അവരിങ്ങനെ നല്ല പ്രതിരോധശേഷി നേടി മുളച്ച് വരുന്നുണ്ടല്ലോ. ഇനി ഞാനുണ്ടല്ലോ നമ്മുടെ പറമ്പിലത്തെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ കുറേ സാധനങ്ങൾ വലിച്ച് കളയാനൊക്കെ ഉണ്ടെന്ന്. അപ്പം ഞാൻ വേഗം തന്നെ ഇനി നമ്മുടെ പണികളൊക്കെ തുടങ്ങട്ടെ കേട്ടോ.
ഇതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ചോളം കേട്ടോ. ചോളം നമ്മുടെ എന്താ പറയുക, വലിയ പൊതിച്ചോളം നമുക്ക് പക്ഷേ മഴക്കാലത്ത് ഉണ്ടായി കിട്ടിയില്ല. ഈ ഉറുക്കും വെള്ളമൊക്കെ നിൽക്കണ കാരണം ചോളത്തിനൊക്കെ അധികം കുറച്ച് ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ചെറിയത് നമുക്കിങ്ങനെ കറി വയ്ക്കാൻ പാകത്തുള്ളതൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ പൊട്ടിച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും പുഴുങ്ങാനുള്ള ഒരു ടൈപ്പിൽ കിട്ടിയില്ല. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് വെച്ചൊരു ഭാഗമായിരുന്നു. കാരണം ഇപ്പോഴും മുളകുകൾ നിൽക്കുന്നുണ്ട്. കാര്യമായിട്ട് ഉണ്ടാവില്ല, പക്ഷേ ഉണ്ടായി കഴിയണ വരെ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്ന രീതിയിൽ നിർത്തി വെക്കുകയാണ്. അപ്പോൾ ഈ മുളകിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഷൈഡിനെ കൊണ്ട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു കൈക്കോട്ട് ഉപയോഗിച്ച് ഈ ഭാഗമൊന്ന് അങ്ങനെയുള്ള ഭാഗമൊക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കൂട്ടാ. ഇങ്ങനത്തെ ഉണ്ടല്ലോ കുഞ്ഞിക്കായിക്കോട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് കളിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. എന്താ പറയുക, വെറുതെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇപ്പോഴേലും കണ്ട് നമ്മൾ കളിക്കുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് പുല്ലിൻ്റെ കാടൊക്കെ ഇങ്ങനെ പറഞ്ഞു കിട്ടുകയും ചെയ്യും. കാരണം കളിക്കുമ്പോൾ നമ്മൾ പുല്ലിൻ്റെ കാടടക്കം എടുത്തില്ലെങ്കിൽ നമ്മൾ കളിച്ചങ്ങോട്ട് ഭൂമിക്ക് വീണ്ടും പെട്ടെന്ന് പച്ചപ്പ് പോലെയാവേ പുല്ല് മുളച്ചിട്ടേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ആ കാടടക്കം ഇങ്ങനെ പറഞ്ഞു കിട്ടും. ഇനി ഇതൊക്കെ ഇങ്ങനെ വാരിയിടുന്നത് നമ്മൾ വാഴയ്ക്കൊക്കെ ഷായിട്ട് എന്താ പറയുക, ചെറിയ ചെറിയ വാഴകളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വാഴയുടെ കടക്കിലേക്കായിട്ട് അവരേക്കും കൊണ്ടിടുക. അപ്പോൾ അവിടേക്ക് ഒന്ന് നമുക്ക് കുമ്മായം കാര്യങ്ങളൊക്കെ ഇടണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഈ ചെത്തി കൂട്ടി വെച്ചതൊക്കെ അതിലിടും. എന്നിട്ട് മണ്ണിടുമ്പോൾ പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ കമ്പോസ്റ്റ് പോലെയായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വളർച്ച കിട്ടും. കണ്ട നമ്മൾ വാഴ വെച്ചിട്ട് ഇത്രയും വലിപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ കടക്കിലേക്ക് കുറച്ച് എന്താ പറയുക കോഴിക്കാട്ടമൊക്കെ ഇട്ട് മണ്ണിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും നമ്മൾ കുറച്ച് കോഴിക്കാട്ടം അതേപോലെ തന്നെ നമ്മൾ കുമ്മായി ആട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ചെത്തി കൂട്ടിയിട്ടുള്ള പുല്ലും എങ്ങനെ ചവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടും, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ നിർത്താട്ടെ ചെയ്യാം. അപ്പോൾ അതേപോലെ നമുക്ക് അവിടേക്ക് ഉണ്ട്. എല്ലാ വാഴയുടെ കടക്കിൽ നമ്മൾ അതേപോലെ തന്നെ കണ്ട കോഴിക്കാട്ടം വെണ്ണീറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഷായിട്ട് എന്താ പറയുക, ഇവിടുത്തെ പുല്ലൊക്കെ ചെത്തി കൂട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു തടെടുത്ത് പോയി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പയർ നട്ടു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ എപ്പോഴും പയർ നടുന്ന വീഡിയോയ്ക്ക് നമ്മൾ പലപ്പോഴും ഇടണ കാരണം ഇതിലിങ്ങനെ നടുന്നത് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലും ഇതേപോലെ തന്നെ കുമ്മായൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുല്ലൊക്കെ ഇതേപോലെ തന്നെ എല്ലാ വാഴയുടെയും കടക്കിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ശരിക്കും മഴ പെയ്തിട്ട് വെള്ളം നിന്നിട്ട് നമുക്ക് വന്നിട്ടുള്ള
ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയണത് നമ്മുടെ ഒരു ഓറഞ്ച് തൈ പോയിട്ട് അത് ഞാൻ കാണിച്ചു തരാം വായോട്ടാ. നമ്മുടെ ഈ ഓറഞ്ചിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഓറഞ്ചിന് നന്നായിട്ട് ഇപ്പോഴും ഓറഞ്ച് ഉണ്ട്, വലിയ എന്താ പറയുക ഒറൊന്നും പിടിച്ചില്ല. അതേപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കണ ഈ ഓറഞ്ചിനും കുഴപ്പമൊന്നും ഉണ്ടായില്ല. കണ്ടേ ഇതുമ്പോൾ നോക്കിയേ എന്തോരം ഓറഞ്ചാണ് നോക്കി നിൽക്കണേ. ഇതിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ കുഴപ്പമുണ്ടായത് നമ്മുടെ ഇപ്പുറത്ത് നിൽക്കണ ഈ ഓറഞ്ചിന്. ഈ ഓറഞ്ച് ഉറുപിടിച്ച് നോക്കിയേ, ഇലയൊക്കെ കൊഴിഞ്ഞു. നമ്മൾ നോക്കി നോക്കി കിട്ടുമെന്നുള്ളത് കണ്ടത്. മെക്കിലേക്ക് ഓറഞ്ച് ഉണ്ടായിരുന്നു കണ്ടാ അതെ. അതുപോലെ താഴത്ത് നില മുട്ടിയ പോലെയൊക്കെ ആയിരുന്നു ഓറഞ്ച് ഉണ്ടായിരുന്നത്. ഒക്കും പോയി കണ്ടത്. ഈ സൈഡിൽ നോക്കിയേ കണ്ട നന്നായിട്ട് ഓറഞ്ച് ഇതിന് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിലൊക്കെ നിൽക്കായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തതിലെ ഒരു വലിയ നഷ്ടം എന്ന് പറയുന്നത് ഈ ഓറഞ്ച് തൈ പോയി അല്ലേ. കാരണം ഒരു ഓറഞ്ച് പക്ഷെ നമുക്ക് ഓറഞ്ച് വെച്ച് നമ്മൾ ശരിക്കും ഒരു 1.5 കൊല്ലം കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് ഓറഞ്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എപ്പോഴും ഓറഞ്ച് ഉണ്ടാവും. ഓറഞ്ച് ഉണ്ടാവാതെ ഒരു ചെടി നിൽക്കണേ കാണില്ല. നമ്മുടെ മുന്നൊക്കെ ഇതേപോലെ ഓറഞ്ചിൻ്റെ വീഡിയോ കാട്ടിലൊക്കെ അറിയാം നമുക്ക് ഓറഞ്ച് നന്നായിട്ടുണ്ടായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടമാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. സാരില്ല, അത് പോയി. ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മൾ കുറേ നോക്കി കടയൊക്കെ ഇളക്കുമ്പോഴേ അറിയാം ഒരു പിടിച്ചതിൻ്റെ ഒരു ഇങ്ങനെ ഒരാട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ട ഇങ്ങനെയായി. പിന്നെ ഇതൊക്കെ ഇപ്പോഴും നല്ല കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അത് ഉള്ളിലായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കുഴപ്പമില്ല. ഒരാൾക്ക് തന്നെയായിട്ട് കുഴപ്പമുണ്ടായുള്ളൂ. അപ്പം ഇനി നമ്മുടെ പാചകം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാട്ടാ. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് മുകളിലേക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതിന് ഒരു കുഴപ്പം എന്താണെന്നറിയോ, റോട്ടിലേക്ക് ചാഞ്ഞ് വരണ വണ്ടികൾ പോകുമ്പോഴേ വണ്ടിയുമ്പോൾ ഇങ്ങനെ അടിക്കും. അപ്പോൾ തന്നെ കൊഴിയും. അപ്പം അതേ കണ്ട അങ്ങനെ കൊഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ വണ്ടികൾ പോകുമ്പോൾ അതും അങ്ങനെ എങ്ങനെ പോയാലും ഒരഞ്ഞിട്ടാ പോവാ. അപ്പം അങ്ങനെ കൊഴിയും. അങ്ങനെ ഒരു കുഴപ്പമാണ് ഉള്ളത്. കുറേ നമ്മൾ മുന്നേ അങ്ങോട്ട് വലിച്ചൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഇങ്ങനെ എന്നെ വരിക. എനിക്ക് തോന്നുന്നു വെയിലിൻ്റെ ദിശ നോക്കിയിട്ട് അങ്ങനെ വളയാണോ എന്താണെന്ന് അറിയില്ല. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാം. മുന്നേ ഞാൻ ഒരാളെ വിളിയും കാട്ടിത്തരാം കേട്ടാ. അത് നമ്മൾ പലപ്പോഴും കാട്ടിയിട്ടുള്ളതാണ്. ഇതാ ഇത് നോക്കിയേ, നമ്മുടെ വേപ്പുമ്പൊക്കെ കയറി പോയിട്ട് നിൽക്കണത് നമ്മുടെ മത്തങ്ങ കേട്ടത്. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ അടുത്ത് കൂടി നമ്മൾ മത്തില കൊണ്ട് തോരൻ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് മത്തങ്ങ ഉണ്ടായി തുടങ്ങിയിട്ട് ചെറുതുകളൊക്കെ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ അറ്റം വരെ പടർന്ന് കിടക്കാമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അറ്റം വരെ പടർന്ന് കിടക്കണേന് 2 തരം മത്തങ്ങയാണുള്ളത്. ഇപ്പോൾ ഈ ഒരു മത്തങ്ങ കാണുമ്പോൾ കണ്ട നല്ല ഡാർക്ക് പച്ചയാണ്. അപ്പോൾ അത് കുറേ ഉണ്ട് കേട്ടാ. ഇവിടെ 2 എണ്ണം. പിന്നെ എനിക്ക് കാട്ടി തരാൻ പറ്റില്ല, എന്നാലും ഞാൻ കാട്ടി തരാം. കണ്ട തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ട ഒരെണ്ണം. പിന്നെ അതേപോലെ തന്നെ നോക്കിയ കണ്ട ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് അതേ കളർ സെയിം ഉള്ള മത്തങ്ങ. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞൊരു മത്തങ്ങ ഒരു വിളവെടുപ്പ് തന്നെ നമ്മൾ കാണിച്ചിരിക്കും കേട്ടാ. പിന്നെ വേറെ തരം മത്തങ്ങ എന്ന് പറഞ്ഞില്ലേ, 2 തരം മത്തങ്ങയാണ് നമ്മളിതിൽ ഉണ്ടായി നിൽക്കുന്നത്. കണ്ട ഈ മത്തങ്ങയുടെ കളർ കണ്ട ഇങ്ങനൊരു കളറാണ്. ഇവിടെയും കണ്ട ഉണ്ടാ. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ദിവസം എണ്ണി വെറുതെ നടന്നിട്ട് അപ്പോൾ 20 മത്തങ്ങയാണ് ഞാൻ കണ്ടത്. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഇതേപോലെ തന്നെ വേറെ 1-2 എണ്ണം കാട്ടി തരാം കേട്ടാ. പിന്നെ ഇങ്ങനെ ചെറുത് ഒത്തിരി ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഞാനേ കവറിട്ട് നിർത്തിരിക്കുക. അവരെ കണ്ട കവറിട്ടിട്ട് ഞാൻ നിർത്തിരിക്കുക കേട്ടാ. കവറിടുന്നത് ഒന്നല്ല, നിലത്ത് മുട്ടിയെടുക്കുമ്പോഴേ വേറെ കേടുകളൊന്നും വരണ്ടാന്ന് വെച്ചിട്ട് കണ്ട. അതേപോലെ ഇതിൻ്റെ ഇടയിലൊക്കെ അവിടെ ഉണ്ട്, കാണാൻ പറ്റാമോ എനിക്ക് കാട്ടിത്തരാം. കണ്ട കവറൊക്കെ ഇട്ടിട്ട് നിർത്തി നോക്കണേ. അപ്പോൾ പിന്നെ മത്തങ്ങ നമുക്ക് നന്നായിട്ടുണ്ട്. ഇനി ഇതിനും വലുതുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ മത്തങ്ങയൊക്കെ ഉണ്ടല്ലോ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും പെട്ടെന്ന് വലുതാവും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ മത്തയില തോരൻ വയ്ക്കുമ്പോൾ ഒക്കെ ഇത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 വലുതും ഉണ്ടായി നിൽക്കുന്നുണ്ട്, അതും കാട്ടിത്തരാം കേട്ടോ. ഇതിനിടെ കൂടെ നോക്കി നടക്കണം നമ്മൾ, കാരണം ഇവരെ തണ്ടുമൊന്നും ചവിട്ടി അലക്കരുത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഇങ്ങനെ നടക്കായാലും ഇതിൻ്റെ അടിയിൽ പുല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ.
ഈ മത്ത പടർന്ന് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതേ നമ്മൾ നല്ല ഡാർക്ക് പച്ച മത്തങ്ങ കാട്ടിയിട്ടായിരുന്നില്ലേ, ആ മത്തങ്ങയുടെ വലുതാണ് ഇട്ടത് ഇത്. ഇത് ഞാൻ കവറോടൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. കണ്ട എത്ര ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ മത്തങ്ങ. ഇതിൻ്റെ ചെറുതല്ലിട്ട് ഞാൻ മുന്നേ കാട്ടി തന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തും കണ്ട ഒരാൾ വലുതായിട്ട് കവറൊക്കെ ഞാൻ തുണ്ടി കീറി കൊടുക്കും. കാരണം എന്താണെന്ന് അറിയുമോ, എന്നാലാണ് അവർ അതേപോലെ വലുതായി പോളി. അപ്പോൾ നമ്മൾ മത്തങ്ങയുടെ വിശേഷം അറിഞ്ഞില്ലേ. നമുക്കുണ്ടല്ലോ ഇനി ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചേച്ചിമാരോടാണ് ഹായ് പറയുന്നത്. മോളി ജോൺസൺ, ഹായ് മോളിയേച്ചി. മേരി വർഗീസ്, ഹായ് മേരിച്ചി. ലീല ചന്ദ്രൻ, ഹായ് ലീലേച്ചി. ഇനി നമുക്ക് അനീറ്റോടാട്ടാ ഹായ് പറയാനുള്ളത്. ഹായ് ആശ. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാട്ടോ. അയ്യോട്ടോ, ഇന്ന് നമ്മളുണ്ടല്ലോ വടുക്കപ്പുളി കൊണ്ടുള്ള അച്ചാറാട്ട് ഇടുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് ആവശ്യമുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കട്ടെ. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഓരോ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ആയി തുടങ്ങും കേട്ടോ. അത്യാവശ്യമല്ല, നല്ല വെയിലിനെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 തരം അച്ചാറാണ് നമ്മൾ ഇടുന്നത് കേട്ടോ, വടുകപ്പുളി കൊണ്ടുള്ളത്. അപ്പോൾ പഴുത്ത മുളക് പൊട്ടിക്കണില്ല, നല്ല പച്ചയല്ല, നമ്മുടെ വെള്ളച്ചൂര്യനാണല്ലോ. അപ്പോൾ നല്ല പഴുക്കാത്ത മുളക് മാത്രമായിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കണേ. അപ്പം നമ്മളിത് അത്രയും പച്ചമുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേപ്പയും കൂടി പൊട്ടിച്ചിട്ട് കയറാം. വേപ്പില നമുക്ക് ഇത്ര ആവശ്യമില്ല. പക്ഷേ നമ്മൾ വേപ്പില ഇതുമെന്ന് ഒടിക്കുമ്പോൾ ചെറുതായിട്ട് ചില്ലകളായിട്ട് ഒടിച്ചാൽ മാത്രമാണ് അത് നന്നായിട്ട് ഇങ്ങനെ കണ്ട പുതിയ കൂമ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒടിച്ചെടുത്തിട്ടുള്ളത് ഇതേപോലെ നല്ല കൂമ്പായിട്ട് പൊട്ടി ജനിച്ച് വരുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒടിച്ചെടുത്തോളൂ കേട്ടോ. നമ്മുടെ വേപ്പിലയും പച്ചമുളകൊക്കെ ഇതാ കഴുകിയെടുത്തിട്ടായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ ഒരു ഇത്തിരിയോളം പുളി കിട്ടുക, ഒരു കുഞ്ഞൊരു നെല്ലിക്കയുടെ അത്രയും ഉണ്ടാവുള്ളൂ. കുഞ്ഞു നെല്ലിക്കയുടെ അത്രയും ഉണ്ടാവില്ല, അത്രയും കുറവ് പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ പുളിയിൽ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വെക്കാം കേട്ടോ. പിന്നെ ഞാനിതാ തീ കത്തിച്ച് നമ്മൾ ഈ നാരങ്ങയിലും കഴുകിയൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അത് വെള്ളം നമ്മുടെ പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഓറഞ്ച് അല്ല നമ്മുടെ നാരങ്ങ മുങ്ങി കിടക്കാവുന്ന രീതിയിൽ നമുക്കിത് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിരുന്ന് നാരങ്ങ നന്നായി വേവരുത്, വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുന്നതോടുകൂടി നമുക്കിത് ഓഫ് ചെയ്യണം. എന്നിട്ട് ഈ ചൂടുവെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് ചൂടാറിയെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് അവിടെ ഇരുന്നാവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ വെള്ള അച്ചാർ, ഇത് വടുക്കപ്പുളി കൊണ്ടുള്ള വെള്ളച്ചാർ. എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഭയങ്കര എളുപ്പത്തിൽ നാരങ്ങകളിൽ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ അത്. സദ്യകൾക്കൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അതും സദ്യകൾക്കല്ല കൂടുതൽ, പക്ഷേ വീട്ടിലാണ് നമ്മൾ ഇങ്ങനത്തെ അച്ചാറും കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ. അതും ഇങ്ങനെ വെള്ളച്ചൂന് മുളക് ഇട്ടിട്ട് വയ്ക്കണേന് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് ഇങ്ങനത്തെ അച്ചാറിന്. അപ്പോൾ നമുക്കിത് ഈ ഒരു സൈഡ് ഇങ്ങനെ കളഞ്ഞിരിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു സൈഡും ഇങ്ങനെ നടുമുറിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് നല്ലത് കേട്ടോ. ഈ ഒരളവിൽ. അപ്പം ഇത്തിരി കനം കൂടി കൊണ്ടൊന്നും കുഴപ്പമില്ല. കണ്ട ഇതേപോലെ കുരു കളഞ്ഞിരിക്കണം കേട്ടോ. ഒറ്റ കുരു പാടില്ല, കുരു ഉണ്ടായാൽ കയ്ക്കും. കുരു ഇങ്ങനെ നീക്കി കളയണം. ഇതാ ഇങ്ങനെ നുറുക്കിയെടുക്കണം.
നമ്മളിതാ കൂടുതൽ എണ്ണൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. അതെ ഇങ്ങനെ കനം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 3 എണ്ണൊക്കെ കേട്ടോ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിത് അങ്ങനെ നുറുക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. നന്നായിട്ട് കുരു ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുരു ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ തീരെ പടരിക്കോ. നമ്മുടെ വെള്ള കറി നാരങ്ങയ്ക്കുള്ള എന്താ പറയുക നാരങ്ങ അരിയിൽ കഴിഞ്ഞു. ഒപ്പം നമ്മുടെ ഇപ്പുറത്ത് നമ്മളിതാ ഒരു നാരങ്ങ നമ്മളിതാ വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ. ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് ചൂടാറി കിട്ടും വേണം നമുക്ക്. അപ്പം ഇനി ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്പീഡ് എന്താ പറയുക എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണെന്ന്. അപ്പോൾ നമ്മളുണ്ടല്ലോ പച്ചമുളക് പൊട്ടിച്ചോണമെന്നില്ലേ. ഇതാ ഈ പച്ചമുളകിൽ നിന്ന് നമുക്കിത് ഇതിലേക്ക് നേരിട്ട് അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇത്തിരി കൂടുതൽ അരിഞ്ഞിട്ടാലൊന്നും കുഴപ്പമില്ല. കാരണം പച്ചമുളകും കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. വേറെ ഇതിൽ ചുവന്നപ്പൊടിയോ വേറെ ഒന്നും ഉപയോഗിക്കില്ല. ഈ പച്ചമുളക് മാത്രം ഇതിൽ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ എത്രയുണ്ടോ അത്രയും പച്ചമുളക് ഇടുകയാണെങ്കിലും കുഴപ്പമില്ല, കുറവിട്ടാലും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നല്ല പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ എനിക്ക് പച്ചമുളക് കൂടി ഉള്ള കാരണം ഞാനിതാ ഇതിന് ഏതാണ്ടൊക്കെ ഇതിൽ അരിഞ്ഞിരുന്നുണ്ട് കേട്ടോ. റൗണ്ടിലായിട്ട് നമ്മൾ മുറിക്കണേ. തീരെ എന്താ പറയുക കനം കുറവിലല്ല, അന്ന് അത്യാവശ്യം ഒരു കനമുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിതാ പച്ചമുളക് മുറിച്ചെടുക്കണേ. ഇപ്പം നോക്കി നമ്മുടെ നാരങ്ങ അരിഞ്ഞത് എത്ര എടുത്തിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞത് ഞാൻ ഇതാ എത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിതിലേക്കുണ്ടല്ലോ ഇതാ ഉപ്പാണ് ഇട്ട് കൊടുക്കണേ. ഉപ്പ് നമുക്ക് നമ്മുടേതായ എന്താ പറയുക അച്ചാറിലറിയാലോ എപ്പോഴായാലും ഉപ്പ് മുന്നിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഈ നമ്മൾ വിചാരിക്കും ആകെ പച്ചമുളകും നാരങ്ങയും മാത്രമല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ഈ അച്ചാറിനുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. എന്താ പറയുക ഇവിടെ അച്ഛനായാലും അവിടെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ആയാലും ഇടണ ഒരു നല്ലൊരു അച്ചാറാണിത്. ഇതിൽ നമ്മൾ ചൊറുക്കൊന്നും ഉപയോഗിക്കണില്ല. കാരണം ചൊറുക്ക വേണമെങ്കിൽ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ ഒരു കുറച്ച് വെള്ളം എടുക്കുക. അപ്പോൾ ഒരു അര ഗ്ലാസ്സിൻ്റെ അവിടേക്ക് വെള്ളം എടുക്കുക. ആ വെള്ളം തിളപ്പിച്ചിട്ട് അതിങ്ങനെ നമ്മൾ വിരൽ തൊട്ട് കഴിഞ്ഞാൽ ചെറിയ ചൂടാ പാടുള്ളൂ. ആ ഒരു ചൂടിലായിരിക്കുമ്പോൾ നമ്മളൊരു 4 ടീസ്പൂണ് ചൊറുക്ക, അതല്ലെങ്കിൽ വിനാഗിരി. ഈ വിനാഗിരിനെ പറയുന്ന പേരിനായിട്ട് ഈ ചൊറുക്ക അത് 4 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലൊഴിച്ച് വയ്ക്കാം. അപ്പോഴും കേടാവാതിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിൽ ചൊറുക്ക ഉപയോഗിക്കണ്ട. കാരണം ഇതെന്താണെന്നറിയും, ഇതൊരു നമ്മൾ പറയില്ലേ നാച്ചുറൽ ടേസ്റ്റ്, അതായത് പൊട്ടിച്ച് കൊണ്ടുവന്ന് അപ്പം തന്നെ ഇട്ടിട്ടുള്ള ഒരു അച്ചാർ. ഇത് നമുക്ക് ഇങ്ങനെ 2 ദിവസം പുറത്ത് വയ്ക്കാം. അത് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒരു ചെറിയൊരു അഴവ് പോലെ ആവുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് 2 ദിവസത്തേക്കുള്ള മാത്രം കുറച്ചെടുത്ത് പുറത്ത് വയ്ക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാട്ടത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്, ചൊറിക്കേക്കാളൊക്കെ നല്ലത്. അപ്പോൾ ഈ അച്ചാർ ഇതാ റെഡി ആയിട്ടാ. ഇതാ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, ഈ എന്താ പറയുക നമ്മുടെ ഈ നാരങ്ങയുടെ ആ ഒരു ടേസ്റ്റും പച്ചമുളകും കൂടിയൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അച്ചാറാട്ടോ. ബാക്കിയുള്ള അച്ചാറൊക്കെയേക്കാളൊക്കെ ഇഷ്ടം എനിക്ക് ഇതാണ്. നമ്മളിതേപോലെ മാങ്ങിയിടില്ലേ പെട്ടെന്ന് തന്നെ വെറുതെ കൊത്തിരിഞ്ഞ് ഇത്തിരി ഉപ്പും മുളക് പൊടിയും ഒരു തുണ്ട് പച്ച വെളിച്ചെണ്ണയും അതേപോലെ വേപ്പിലേക്കും കൂടി ഇങ്ങനെ തിരുമ്പിയിട്ട് ഒരു അച്ചാറിടും. അത് ആകെപ്പാടി ഇരിക്കുക ആകെ ഒരു 3 ദിവസമുള്ളൂ. പക്ഷെ അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതേപോലെ തന്നെയാണ് ഇങ്ങനെ വെക്കണ ഈ നാരങ്ങയ്ക്ക് കേട്ടോ. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ചോന്ന കറി നാരങ്ങ അച്ചാർ ചുവന്ന മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. ഇവിടെ എനിക്കൊരു മേശയുണ്ട് ഇതൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ നോക്കി നമ്മുടെ നാരങ്ങ ഇതാ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇതും നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡ് കളഞ്ഞിരിക്കണം, അതേപോലെ ഈ ഒരു സൈഡ് കളഞ്ഞിരിക്കണം. അപ്പം അതിന് മുന്നായിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതോടെ ഇരിക്കട്ടെ. നമ്മളുണ്ടല്ലോ ഇവിടെ ഒരു തുണ്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിതാ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് എടുക്കാം കേട്ടോ. നമ്മൾ നേരതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് എടുത്തിട്ടുള്ളത് നോക്കിയാൽ ഒരു ചെറിയൊരു കഷ്ണം ബെല്ലം കേട്ടോ. ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തുണ്ടും കൂടി വെള്ളം ഒഴിക്കാം. കാരണം നമുക്ക് ആ ബെല്ലൊന്ന് എന്താ പറയുക ഉരുകിയും അതേപോലെ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കിട്ടും വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ തീ കത്തിക്കുന്നുണ്ട്.
അപ്പോൾ തീ ഒരു ഇത്തിരി കുറവിലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. കാരണം ചെറിയൊരു കഷ്ണം വെല്ലമല്ലേ ഉള്ളൂ. അതൊന്ന് ഉരുകി ആ വെള്ളം ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടോ. ഇനി നമുക്ക് ആ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ നാരങ്ങ ഞാൻ മുന്നരിഞ്ഞ പോലെ തന്നെ കേട്ടോ ഇങ്ങനെ അരിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലത്തെ കുരൊക്കെ കളഞ്ഞെടുക്കാം. നമുക്ക് മുന്നരിഞ്ഞ അതേ സെയിം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാൻ മുന്നേ കാട്ടിയ പോലെ തന്നെ കനം കുറവിൽ തന്നെ അതെ അത്യാവശ്യം ഒരു കണ്ട ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറിനാരങ്ങയ്ക്കുള്ളതും അരിയിൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്കിതാ തീ കത്തിക്കാം കേട്ടോ. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ഇതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണയായിട്ട് ഉപയോഗിക്കണേ. ഒരു 4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് ഉണ്ടല്ലോ നമുക്കിതാ ആദ്യം തന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടേ. പച്ചമുളക് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു ചെറുതായിട്ടൊരു കളർ മാറി വരുന്നവരാക്കണം. അപ്പോൾ ഇതാ പച്ചമുളക് ഇട്ടിട്ട് ഏതാണ്ട് ഒരു പകുതിയോളം ഇങ്ങനെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ വെളുത്തുള്ളിടാം. കാരണം പച്ചമുളകും വെളുത്തുള്ളിയും ഓരോ പോലെ തന്നെ നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ ആ രീതിയിൽ ആക്കിയെടുക്കണം കേട്ടോ. നോക്കിയേ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇതാ ചെറുതായിട്ട് നല്ല ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എന്താ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഈ എണ്ണയുണ്ടല്ലോ ഒന്ന് ചൂടാറട്ടെ. അതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇടുള്ളൂ. നല്ലോണം ചൂടാറിലല്ല, നമ്മുടെ ഈ മുളകൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്ത് പോകണ ആ ഒരു ചെറിയ ചൂട് ആവണ വരെ നമ്മളിതാ ഈ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ ഈ എണ്ണ ഇവിടെ ഇരുന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇവിടെ കുറച്ച് എണ്ണയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തീ കത്തിച്ച് ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ ഈ ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിൽ നോക്കി നമ്മളിതാ കുറച്ച് കൂടുതൽ എണ്ണ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. കടുക് പൊട്ടി തുടങ്ങട്ടെ. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ 3 വറ്റമുളക് നമുക്ക് രണ്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കാരണം നമ്മുടെ ചീനിച്ചട്ടി മണ്ണിൻ്റെ ചീനിച്ചട്ടി ആയ കാരണം തന്നെ ഇതിൽ നല്ല ചൂട് നിൽക്കേ. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ കളറും ഒക്കെ ഇതാ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ എണ്ണയുണ്ടല്ലോ നന്നായിട്ട് ചൂടാറി കിട്ടണം. നന്നായിട്ട് നല്ല ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമില്ല, അത്രയും രീതിയിൽ ഇതും ഒന്ന് ചൂടാറി കിട്ടണം കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇതാ ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചെറിയ ചൂടുള്ളൂ. നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ചെറിയ ചൂട് അത്രേ വേണ്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സാധാരണ മുളക് പൊടിയാണ്. അപ്പോൾ ഞാനത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടി ഇതാ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഇതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിക്ക് നല്ലതാട്ടോ. അച്ചാർ കേടാവാതിരിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് നമ്മുടെ കായം പൊടി. ഇനി ഇത് ഈ ചെറിയ ചൂടിൽ കിടന്നിട്ട് നമ്മുടെ ഈ മുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ച കുത്തുണ്ടല്ലോ അത് പോയി കിട്ടും കേട്ടോ. നോക്കിയേ നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ ഇതാ കണ്ട ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കുണ്ടല്ലോ നമ്മുടെ അരിഞ്ഞ് വെച്ച് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് എപ്പോഴും ഇത്തിരി മുന്നിൽ നിൽക്കണം. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ ഈ പുളിയും ഉപ്പും ഒക്കെ കൂടി ചേർന്ന് വരുമ്പോൾ അച്ചാറിനൊരു ഉപ്പ് പാകമായി കിട്ടും ചെയ്യും കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഈ മുളകിലൊക്കെ കിടന്ന് നമ്മുടെ നാരങ്ങ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഈ നാരങ്ങ കക്കില്ല കേട്ടോ. നമ്മൾ മുന്നിട്ട നാരങ്ങ കക്കില്ല, ഇത് കണക്കില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ റെഡിയാക്കണ നാരങ്ങ കുറച്ച് നാളൊക്കെ നന്നായിട്ട് കേടാവാതെ പുറത്ത് തന്നെ വെച്ചാലും കേടാവാതെയൊക്കെ ഇരിക്കും. നമ്മളിപ്പോൾ എണ്ണ അവിടെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ, ഈ എണ്ണ ഇതിൻ്റെ മുകളിൽ തെളിഞ്ഞ് നിൽക്കണ പോലെ നിന്നാൽ മതി. അങ്ങനത്തെ ചെറിയ കുപ്പിലാക്കി കൊടുക്കുക. അപ്പോൾ എണ്ണ മുകളിൽ തെളിഞ്ഞ് നിൽക്കും. നമ്മൾ എടുക്കുമ്പോൾ എണ്ണ ഇല്ലാണ്ട് അച്ചാർ മാത്രമായിട്ട് ടീസ്പൂൺ കൊണ്ട് കോരിയെടുക്കുക. അപ്പോൾ
കേടാവാതിരിക്കും. ഇതൊക്കെ ഇതാ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ പുളി അതേപോലെ തന്നെ നമ്മുടെ ശർക്കരയും കൂടി തിളപ്പിച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കൊക്കെ വരുമ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ ചാറൊക്കെ ഇത് പാകണം കണ്ട. നമുക്കിതുണ്ടല്ലോ ഒരു പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടാ. കേട്ടാ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല ഒരു അച്ചാറാണ് കേട്ടത്. ഒന്നെങ്കിൽ ഒരു ഭരണിയിൽ, അതല്ലെങ്കിൽ നല്ല ചില്ല് കുപ്പിയിൽ വേണം കേട്ടോ ഇതാക്കി വെക്കാനായിട്ട്. ഇനി നമ്മുടെ ഈ എണ്ണ ഉണ്ടല്ലോ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുപ്പിയിലാക്കി വയ്ക്കുമ്പോൾ ഇതേപോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എടുക്കണ സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുക്കുക അച്ചാറിന്. എന്നിട്ട് ഈ എണ്ണ ഇങ്ങനെ ഒഴിച്ച് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. നമ്മുടെ അച്ചാർ കേടാവില്ല, പുറത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് മുകളിൽ നിൽക്കണ അച്ചാർ മാത്രം. അത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, പാടകെട്ട് ഒന്നും ചെയ്യില്ല. പിന്നെ ഒരു കുപ്പി തന്നെ എപ്പോഴും കോരിയെടുക്കാണ്ട് ആവശ്യമുള്ളത് കുറച്ചൊരു കുപ്പിയിലാക്കി വെച്ച് അതിൽ നിന്ന് മാത്രം കോരിയെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ അച്ചാർ കേടാവാതിരിക്കും. അതേപോലെ നനഞ്ഞ ടീസ്പൂൺ ഒന്നും ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായിട്ടിന് വിളിക്കട്ടെ കേട്ടോ. ഞങ്ങളുടെ ഓണത്തിൻ്റെ അച്ചാറ് എൻ്റെ പണി കഴിഞ്ഞു. നോക്കേണ്ട കാര്യമില്ല. മുളക് എടുക്കണ്ട കേട്ടോ ഷായിട്ട്, അച്ചാർ ഉണ്ടോ ഉപ്പും ഒക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഉപ്പൊക്കെ മുന്നിലല്ലേ? അടിപൊളി തന്നെയാ. ഇപ്പൊ അച്ചാറിന്റെ ടേസ്റ്റ് നമുക്ക് ഉപ്പ് മാത്രം പറയാൻ പറ്റില്ല, ഉപ്പ് മുന്നിലുണ്ട്. ദിവസം കഴിയണം. ആ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അച്ചാറാന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ലേ. ഇത് നോക്കി നോക്കാം. ഞാൻ എടുത്ത തന്നെ കക്കില്ല കേട്ടാ, കനപ്പുണ്ടാവില്ല. അടിപൊളിയാ. ഇതാണ് ശരിക്കും നമ്മുടെ ഓണത്തിനൊക്കെ നമ്മൾ ആക്കി വയ്ക്കുന്ന അച്ചാർ, കറി നാരങ്ങ. എനിക്കുണ്ട്. സൂപ്പർ അല്ലേ? ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിച്ചോളാം. ഉണ്ടാക്കാൻ പറ്റുന്ന നാട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് നോക്കിയോളാം, നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.